ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മനോഹർ രാഹുലിനോട് പറയുന്നുണ്ട്, എടോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, തന്നെ പോലത്തെ സ്വഭാവമല്ലട എനിക്ക്. താനെ സ്വത്തിന് വേണ്ടി സ്വന്തം പെങ്ങളെയും അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിയാത്ത ഒരു പെണ്ണിനെ ചതിച്ചിട്ടാണ് താൻ ഈ നിലയിലെത്തിയത്. അല്ലാതെ ചതിക്കണമെന്നും കൊല്ലണമെന്നും മാത്രമേ തനിക്ക് വിചാരമുള്ളൂ. പക്ഷെ ഞാൻ തന്നെ പോലെയല്ല. ഒരാളെ കല്യാണം കഴിച്ചാൽ അവർക്ക് മാക്സിമം സന്തോഷം ഞാൻ കൊടുക്കുക പെണ്ണുങ്ങൾക്ക്. അതിനുശേഷമാണ് അവർക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അതായത് ഞാൻ അവരുടെ കൂടെയുള്ള സമയത്തോളം കാലം ഞാൻ അവരെ ചതിക്കാറില്ലെന്ന് മനസ്സിലായോടോ. പിന്നെ തനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് താൻ എന്തായാലും എന്റെ കല്യാണത്തിന് വന്നിരിക്കണം. ഇരുന്നിട്ടോ നിരങ്ങിയിട്ടോ എങ്ങനെയായാലും കുഴപ്പമില്ല. അച്ഛന്റെ സ്ഥാനത്ത് താനായിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് പറയാണ്. അതിനുശേഷം മനോഹർ പറയണ്ട്, തനിക്കൊരു കാര്യം അറിയാവോ? സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പെണ്ണിന്റെ കൂടെ 2 വർഷം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് താമസിക്കുന്നത്. അത് മാത്രല്ല, ഇപ്പൊ നമ്മുടെ കൺമണി മോളോട് ചെറിയൊരു ഇഷ്ടവും സ്നേഹമൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് അതൊക്കെ ഉണ്ടോടോ മനോഹര? നിനക്ക് ഒരു കുട്ടിയുടെ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടോ? എന്താടോ എനിക്ക് ഉണ്ടാവത്തില്ലേ? നോക്ക്, ഞാൻ ഇതുവരെ കല്യാണം കഴിച്ച പെണ്ണുങ്ങള് ഗർഭിണി ആവുമ്പോ തന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടു പോവാറ പതിവ്. ഒരു കുഞ്ഞിനെ താലോലിച്ച് അതിന്റെ കൂടെ ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. ആദ്യമായിട്ടാ ഒരു കുഞ്ഞിനെ താലോലിച്ച് അതിന്റെ കൂടെ ഞാൻ 1 വർഷത്തിന്റെ അടുത്തായിട്ട് നിൽക്കാൻ പോണത്. അപ്പൊ അതുകൊണ്ട് ആ സ്നേഹമൊക്കെ എനിക്ക് കൺമണി മോളോടുണ്ട്. ആകെ ഇപ്പോ ആ ഒരു വിഷമേ ഉള്ളൂ, എനിക്ക് എന്റെ കൺമണി മോളെ കാണാൻ പറ്റില്ലെന്ന്. അത് കുഴപ്പമില്ല, വന്ദനനെ കല്യാണം കഴിച്ച് സെറ്റിലേക്കനെ ആ വിഷമം കൂടെ മാറിക്കോളും. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറയുന്നോണ്ടിരിക്കത്തില്ല മനോഹറിന്റെ ഫോണിലേക്ക് കോള് വരുവാട്ടോ. ഹലോ അളിയ, ഞാനിപ്പോ എത്താ അളിയ, ലൊക്കേഷൻ ഇട്ടാ മതി എന്നിട്ട് ഫോൺ വെക്കുവാണ്. ജെറിയാട്ടോ വിളിച്ചിരിക്കുന്നത്, അത് ഗംഗപ്രസാദാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാഹുലിനോട് പറയണ്ട, എടോ ഞാൻ പോകുവാട്ടോ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, കല്യാണത്തിന് താനായിരിക്കണം എന്റെ അച്ഛൻ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് മനോഹർ നടന്ന് പോവാണ്. ഈ സാധനത്തിന് കല്യാണം വരെ സഹിച്ചാൽ മതിലോ, ഇനി ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ ശല്യം കൂടെ പോവല്ലോ എന്നൊക്കെയാണ് രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നത്. അതിനുശേഷം മനോഹർ നേരെ പോണത് നമ്മുടെ ഗംഗപ്രസാദിന്റെ അടുത്തേക്കാണ്. ഗംഗപ്രസാദിനോട് രാഹുൽ മനോഹർ നേരെ പോണത് ഗംഗപ്രസാദിന്റെ അടുത്തേക്കാണ്. മനോഹർ ചോദിക്കണ്ടേ, അല്ല അളിയ നീ എന്തിനാ ഈ നാട്ടിൽ വന്നത്? ഇപ്പോഴും ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലല്ലോ. എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എന്റെ അച്ഛൻ 2ാമതൊരു സ്ത്രീനെ വിവാഹം കഴിച്ചിരുന്നു. അവർക്ക് അപ്പോഴേ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു പെൺകുഞ്ഞ്. എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ എന്റെ പേരിലല്ല, മറിച്ച് അവളുടെ തള്ളയുടെ പേരില സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നിന്റെ അച്ഛൻ ഇങ്ങനെ മരങ്ങോടനാണോ? സ്വന്തം മോന്റെ പേരിൽ എഴുതാതെ 2ാമയുടെ പേരിലാണ് സ്വത്തുക്കളൊക്കെ എഴുതിയിരിക്കുന്നത്. അതേടാ, അയാൾ ഇത്ര പെട്ടെന്ന് ചാവൂന്ന് ഞാൻ വിചാരിച്ചില്ല. ചാവൂന്ന് പറഞ്ഞെങ്കിൽ അതിന് മുമ്പ് ഞാൻ കഴുത്തിനെ പിടിച്ച സ്വത്തുക്കളൊക്കെ എന്റെ പേരിൽ എഴുതിപ്പിച്ചായിരുന്നു. ഇപ്പൊ എല്ലാം കൈ വിട്ടുപോയി. സാരില്ല, അവർക്ക് എന്നെ നല്ല പേടിയാണ്. അവര് അന്വേഷണം ഇങ്ങോട്ടേക്ക് വന്നത്. അവരിപ്പോ ഈ സിറ്റിയിലേക്ക് ഉണ്ടോ. അവളുടെ പേര് കാർത്തിക എന്നാ, അവളുടെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാ. അവളെ ഇപ്പൊ സഹായിച്ച് കൂടെ നിൽക്കണത് അവളുടെ ഒരു ബന്ധുവുണ്ട്. അതായത് അവളുടെ യഥാർത്ഥ അച്ഛന്റെ 2ാം ഭാര്യയിലുണ്ടായ ഒരു മകള്, അവളും അവളുടെ ഭർത്താവൊക്കെ അവരിപ്പോ സഹായിക്കണത്. അവരിവിടെ പേരെടുത്ത ഒരു കമ്പനിയിലെ MD ആണ്. അതാരാത് എന്ന് നമ്മുടെ മനോഹർ ചോദിക്കുമ്പോഴേക്കും ഗംഗപ്രസാദിനെ പറയണ്ട്, ഇവിടെ പേരെടുത്ത ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയില്ലേ, RS കൺസ്ട്രക്ഷൻ കമ്പനി, അതിന്റെ MD കല്യാണിയാണ് അവളുടെ ചേച്ചി എന്ന് പറയാണ്. അത് കേൾക്കണത് മനോഹർ പൊട്ടിച്ചിരിക്കാട്ടോ. നീ എന്തിനാണ് അത് കേട്ടത് ചിരിക്കണത് എന്ന് നമ്മുടെ ഗംഗപ്രസാദ് ചോദിക്കുമ്പോ മനോഹർ ഫോൺ എടുക്കാണ്. ശേഷം കല്യാണിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണോ നീ പറഞ്ഞ കല്യാണി എന്ന് ചോദിക്കാണ്. അത് ഇവള് തന്നെയാ. ഇവളെ നിനക്ക് എങ്ങനെ അറിയാം? എടാ, എന്റെ ഭാര്യ, അതായത് ഇപ്പത്തെ ഭാര്യ സാരിയോ, അവളുടെ വീടിന്റെ തൊട്ടടുത്ത അയൽ വീടല്ലേ ഇവരുടെ. ഓഹോ, അപ്പൊ അടുത്ത വീട് ഇവരുടെ ആണല്ലേ? അതെ. അപ്പോ ആ രാഹുൽ എന്ന് പറഞ്ഞ ആള്? അതേടാ, അതെന്റെ അമ്മായച്ചനാണ്. ഓ അങ്ങനെ വരട്ടെ. എടാ, രാഹുൽ എന്റെ കൂടെ ആയിരുന്നു. ഇപ്പോ അയാളുടെ കൈയും കാലൊക്കെ ചതിഞ്ഞൊടുങ്ങില്ലേ, അത് ശേഷമാണ് ഞങ്ങൾ കാണാതായത്. സത്യം പറഞ്ഞ അയാളായിട്ട് ഞാൻ കുറച്ചൊരു അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു. അയാളെ കിരണിനെയും കല്യാണിനെയും ഇല്ലാതാക്കണമെന്ന് ഇപ്പൊ കൊട്ടേഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേറൊരു കൊട്ടേഷൻ കൂടി തന്നായിരുന്നു, അയാളുടെ മരുമകനെ ഇല്ലാതാക്കാനായിട്ട്. എടാ, അത് ഞാൻ തന്നെയാടാ. ഓഹോ, അപ്പൊ നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അയാളിനോട് പറഞ്ഞേലേ. എടാ മനോഹര, ഞാനൊരു കാര്യം ചെയ്യാം, നിനക്ക് വേണ്ടി ഞാൻ അങ്ങോട്ടൊരു കൊട്ടേഷൻ എടുക്കാം, അയാളിനെ എവിടെയെങ്കിലും ഇല്ലാതാക്കാം. വേണ്ടടാ, ഞാൻ പറഞ്ഞില്ലേ വന്ദനയുടെ കാര്യം, അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പുറകെ നടക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇവരെ കാണത്തു പോലുമില്ല. നിനക്കറിയാലോ, ഒരു 7 കോടിയാ ഇപ്പൊ എന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാൽ ഇനിയും കോടിക്കണക്കിന് രൂപകൾ കിട്ടും. അതുകൊണ്ട് ഇയാളത് മൈൻഡ് ചെയ്യണ്ട. പിന്നെ മനോഹറെ, നീ എനിക്കൊരു സഹായം ചെയ്യണം. എന്താളിയാ നീ പറഞ്ഞോ, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് മനോഹർ പറയണം. ആ സമയത്ത് ഗംഗപ്രസാദ് പറയണ്ട്, അതെ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ നീ ഇടക്കിടക്ക് എന്നെ വിളിച്ചു പറയണം. ആ സഹായം മാത്രം നീ എനിക്ക് വേണ്ടി ചെയ്താൽ മതി. അതിനെന്താളിയാ, ഞാൻ എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തോളാം എന്ന് മനോഹർ പറയാണ്. അതെ, ഞാൻ എന്നാ പോയിക്കോട്ടെ. എന്റെ പെണ്ണ്, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തുന്നില്ലേ വന്ദന, അവളെ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ. അവളൊന്ന് പോയിട്ട് പിക്ക് ചെയ്യണം. ഓക്കെ എന്നാ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗംഗപ്രസാദും മനോഹറും അവിടെ നിന്ന് പിരിയാട്ടോ. മനോഹർ പിന്നീട് നേരിട്ട് പോണത് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്കാണ്. അവിടെ വന്ദന മനോഹറിനെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ മനോഹർ പറയുന്നുണ്ട്, ആ മോളെന്തിനാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്, വാ വണ്ടിയിലേക്ക് കയറ് എന്ന് പറഞ്ഞ് വിളിക്കാണ്. അങ്ങനെ വന്ദന വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. മനോഹരോട് പറയുന്നുണ്ട് വന്ദന ഒരു കല്യാണം വിളിക്കാനായിട്ട് മാമന്റെ അടുത്തേക്ക് പോവാനാണെന്ന് പറഞ്ഞ ആക്ഷൻ വഴി കാണിക്കാണ്. മോളെ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കല്യാണം വിളിക്കാനായിട്ട് ഭർത്താവാകുമ്പോൾ എന്നെയും കൊണ്ട് പോകാൻ പാടില്ല എന്നാണ്. സാരില്ല, ഒരു മാമനെ വിളിക്കാൻ വേണ്ടല്ലേ, ഞാൻ മോളുടെ കൂടെ വരാം. അല്ല, ഇവിടെ അടുത്ത് തന്നെയാണോ സ്ഥലം? അടുത്ത് തന്നെയാണ് എന്ന് വന്ദന പറയാണ്. അപ്പൊ നമുക്ക് പോയാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ പോവാണ് വന്ദന മാമന്റെ വീട്ടിലേക്ക്. അങ്ങനെ വലിയൊരു വീടാട്ടോ. ആ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും വാതിൽ മുട്ടുമ്പോ നമ്മുടെ അമ്മായി വാതിൽ തുറക്കുന്നുണ്ട്. വന്ദനയുടെ അമ്മായി വാതിൽ തുറക്കുന്നുണ്ട്. ആഹാ, മോളിങ് എത്തിയോ? ആഹാ, ജീവൻ മോനുണ്ടല്ലോ, വാ വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. വന്ദന ചോദിക്കണ്ടേ അമ്മാവനില്ലേ എന്ന് ചോദിക്കുമ്പോ ആളിപ്പോ വരും, നിങ്ങൾ ഇരിക്കുക എന്ന് പറയാണ്. ആ സമയം ആ പുള്ളിക്കാരി പറയണ്ടോ, കേട്ടോ മോനെ, എനിക്കൊരു മോളുണ്ട്, ചാരുലത എന്ന പേര് എന്ന് പറയുമ്പോഴേക്കും മനോഹർ വേഗം അവിടേക്ക് തപ്പി നോക്കട്ടെ, ചാരുലത അവിടെ എങ്ങാനും ഉണ്ടോന്ന്. ശേഷം നമ്മുടെ അമ്മായി പറയുന്നുണ്ട്, അതെ നോക്കിക്കേ, അവളുടെയും ഇവളുടെ വിവാഹം ഒരേ സമയം ഒരേ പന്തിരി നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അല്ല, എന്റെ ഏട്ടന്റെ ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്ത് ചെയ്യാനാ, അവൾക്ക് ഇപ്പൊ പഠിത്തം മതി, ഇപ്പൊ കല്യാണം വേണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ടാ പിന്നെ വന്ദനയുടെ കല്യാണം ആദ്യം നടന്നോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചത് എന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് പെട്ടെന്ന് മനോഹർ ചുമരിലിരിക്കുന്ന ഫോട്ടോ കാണുന്നത്. ഒരു പോലീസുകാരുടെ ഫോട്ടോ ആയിട്ടോ. മനോഹർ ചോദിക്കണ്ട്, ഇതാരാ എന്ന് ചോദിക്കുമ്പോ ആ അമ്മായി പറയണ്ട്, ഇതാണ് വന്ദനയുടെ അമ്മാവൻ, എന്റെ ഭർത്താവ്, ചാരുലതയുടെ അച്ഛൻ എന്ന് പറയാണ്. പോലീസിലാണോ? അതെ, ഇവിടുത്തെ SI ആണെന്ന് പറയാണ്. മനോഹരൻ അപ്പൊ തന്നെ കിളി പോകാട്ടോ. ഈശ്വര, എന്റെ എല്ലൊടിയാൻ സമയമായും തോന്നുന്നു എന്നൊക്കെ മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. ശേഷം മനോഹർ ഇങ്ങനെ ആകെ പേടിച്ചു വരണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോലീസ് ജീപ്പ് വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ആള് വന്നു തോന്നുന്നു, ഇവിടുന്ന് ഓടി ഒളിക്കാനും പറ്റില്ലല്ലോ, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ തന്നെ ഇരിക്കാട്ടോ. അങ്ങനെ നമ്മുടെ വന്ദനയുടെ അമ്മാവ വരുന്നുണ്ട്. SI ആണ് കേട്ടോ. ആ ഒരു ഗമയെ തന്നെയാ വരുന്നത്. ആഹാ, മോനും മോളും കൂടെ എത്തിയോ? ജീവൻ എന്നല്ലേ പേര്? അതെ എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ മനോഹരനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണ്ടിട്ട് നമ്മുടെ അമ്മാവൻ, എടാ അലവലാതി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. അല്ലടി, നീ ഇവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ല? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. കേട്ടോ മോനെ, എന്റെ മോളെ പോലെ തന്നെയാ ഇവളെ. എനിക്ക് ഇവളുടെ കല്യാണം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവളെ കല്യാണം നടത്തി കൊടുക്കാന്നുള്ളത്. അതുകൊണ്ട് ചേട്ടനേക്കാളും കൂടുതൽ ഞാനാണ് ഇവളുടെ കല്യാണം നടത്താൻ വേണ്ടി മുന്നിൽ നിൽക്കുള്ളൂ, കേട്ടല്ലോ. പിന്നെ അത് മാത്രല്ല, ഇവളെ എനിക്ക് ഞാൻ പറഞ്ഞ സ്വന്തം മോളെ പോലെ തന്നെയാ. അതുകൊണ്ട് ഇവളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയായിരിക്കും കല്യാണ പന്തലിൽ നോക്കണത്. മോനതിന് വിരോധമൊന്നും ഇല്ലല്ലോ? ഇല്ല അങ്കിളെ എന്ന് മനോഹർ പറയാണ്. മോനൊരു സമ്മാനം തരാനുണ്ട്, പിന്നെ അത് വേണ്ടാന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു കവർ എടുത്ത് മനോഹറിന്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്താ അങ്കിളെ എന്ന് ചോദിക്കുമ്പോ മോനത് തുറന്നു നോക്ക് എന്ന് പറയുന്നുണ്ട്. അത് മനോഹർ തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പോണം. 1 കോടി രൂപയുടെ ചെക്കാണ്. എന്താ അങ്കിളെ ഇത്? എവിടെ പോയാലും ചെക്കുകളുടെ ബഹളമാണല്ലോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അങ്കിള് പറയണ്ട, അതെ, ഇത് 1 കോടി രൂപ വെറുതെ ഒരു കല്യാണത്തിന് മുമ്പുള്ള ചെലവിന് വേണ്ടി മാത്രം തരുന്നതാണ്. കല്യാണം കഴിഞ്ഞാൽ എന്റെ സ്വത്തുക്കളുടെ പാതി സ്വത്ത് വന്ദനക്ക് കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ മനോഹർ മനസ്സിൽ വിചാരിക്കാൻ, ഈശ്വര, ഇതൊക്കെ അനുഭവിക്കാൻ എനിക്ക് യോഗം ഉണ്ടാവോ എന്തോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാട്ടോ. ശേഷം നമ്മുടെ മനോഹർ പറയണ്ട്, എങ്കിൽ വന്ദന നമുക്ക് ഇറങ്ങിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്കുമ്പോഴേക്കും വരുൺ നമ്മുടെ മനോഹർ പറയണ്ട്, മോളെ വന്ദന, നമുക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ചായ കുടിച്ചാലോ എന്ന് പറയുമ്പോ വന്ദന ചോദിക്കണ്ടല്ല, ഇവിടുന്ന് ചായ കുടിച്ചല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോ, അല്ല, എനിക്ക് വല്ലാത്തൊരു പരവേശം പോലെ ഒരു ചായ കൂടി കുടിച്ചാലും ആയിക്കോട്ടെ എന്ന് വന്ദന പറയാണ്. അങ്ങനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിടുവാട്ടോ. പിന്നീട് കണക്കണ കല്യാണിനെയും നിധേനെയും അതുപോലെ തന്നെ നിഷേനെയും ജുബാനേനെയാണ്. അവരിങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാട്ടോ. ജുബാന ചോദിക്കണ്ടല്ല, കല്യാണത്തിന്റെ ഓഡിറ്റോറിയം ഒക്കെ എടുത്തായിരുന്നോ എന്ന് ചോദിക്കുമ്പോ കല്യാണി പറയണ്ട്, ഞങ്ങള് വർക്ക് ചെയ്ത കുറച്ച് ഓഡിറ്റോറിയം ഒക്കെ ഞങ്ങളുടെ പരിധിയിലുണ്ട്, അതിലൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്. അത്ര വലിയ ആഡംബരത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. വന്ദനയുടെയും അതുപോലെ തന്നെ മനോഹറിന്റെ വിവാഹമാണല്ലോ, അതുകൊണ്ട് ആഡംബരം വലുതായിട്ടൊന്നുമില്ല. അതിനുശേഷമാണല്ലോ വരുണിന്റെയും അതുപോലെ തന്നെ നിധിയുടെയും വിവാഹം. അതുകൊണ്ട് മനോഹറിനെ പിടിക്കാൻ പറ്റ എല്ലാ അവസരവും ഒരുക്കുന്ന ഒരു ഓഡിറ്റോറിയം തന്നെയാണ്. പിന്നെ ഇന്ന് അമ്മാവന്റെ വീട്ടിലേക്ക് പോയിരിക്കുക. അമ്മാവന് SI ആണെന്ന വിചാരം. വരുണിന്റെ ഒരു അമ്മാവനെ SI വേഷത്തിൽ ഞങ്ങളവിടെ വിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരാകെ സന്തോഷത്തോടെ ചിരിക്കുകയും അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോമഡി പറഞ്ഞ് ചിരിക്കുന്ന ഭാഗത്തോടെയായിട്ട് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.